ഒരു ഫോട്ടോഗ്രാഫിയുടെ ക്വാളിറ്റി കിടക്കുന്നത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസിലാണ്. പല ടൈപ്പ് ഓഫ് ലെൻസുകൾ നമ്മൾ ആവശ്യമനുസരിച്ച് ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പോർട്രേറ്റ് ഒക്കെ എടുക്കുമ്പോൾ പോർട്രേറ്റ് ലെൻസുകൾ ഉപയോഗിക്കും. ഈയിടെയായിട്ട് വന്ന TT ആർട്ടിസ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു 75mm f2 ഓപ്പണിംഗ് ഉള്ള ഒരു അടിപൊളി പോർട്രേറ്റ് ലെൻസാണ്. ലെൻസ് ഞാൻ കുറച്ച് 2-3 ആഴ്ചയായിട്ട് ഇപ്പോൾ ഉപയോഗിച്ച് നോക്കുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്കയാണ്. കാരണം മെറ്റൽ ബോഡിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള രീതിയിലാണ് ഇതിന് പിക്ചേഴ്സും ഔട്ട്പുട്ടൊക്കെ കിട്ടിയത്. ഒരുപാട് ഷൂട്ടൊക്കെ ഞങ്ങൾ ചെയ്ത് നോക്കി. സൂപ്പറായിട്ടുള്ള നല്ല പടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് 340 ഗ്രാം മാത്രമേ ഉള്ളൂ. ലൈറ്റ് വെയിറ്റ് ആണ്. മാത്രമല്ല നമ്മളൊരു ഹൈലി പ്രൊഫഷണൽ ഷൂട്ടേഴ്സ് ഒന്നും അല്ലെങ്കിൽ നോർമലി നമുക്കൊരു 85mm ഒക്കെ വാങ്ങണമെങ്കിൽ മേ ബി 50,000 ഒക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ MRP തന്നെ 20,900 ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓൺലൈനിലും ഷോപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ മേ ബി 20,000 താഴെ കിട്ടാവുന്ന ഒരു ബെസ്റ്റ് 75mm f2 ഓപ്പണിംഗ്. കാരണം ലോ ലൈറ്റിലൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ബൊക്കെ ബ്ലറൊക്കെ ആയിട്ട് ഇതുപോലെ പടങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലെൻസാണ്. ഫോട്ടോഗ്രാഫിയിൽ ഞാൻ ഒരുപാട് പടങ്ങൾ എടുത്ത് നോക്കി. പ്രത്യേകിച്ച് ഒരു ഫ്രിഞ്ചിങ്ങോ ക്രോമാറ്റിക് അബ്രേഷൻസിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം വരാത്ത രീതിയിലുള്ള ഒരു ലെൻസാണത്. കാരണം ഇതിൽ ക്രോമാറ്റിക് അബ്രേഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള സിസ്റ്റം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഫോക്കസ് സ്വിച്ച് ചെയ്ത് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് സ്വിച്ച് ആയിട്ട് നല്ല വീഡിയോയിലും ഫോക്കസ് സ്മൂത്ത് ആയിട്ട് തന്നെ നല്ല രീതിയിൽ സ്വിച്ച് ചെയ്തിട്ട് നമുക്ക് ഫോക്കസ് ഒക്കെ കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ലെൻസ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിക്കോൺ ബോഡി ആയതുകൊണ്ട് ഞാൻ നിക്കോണിലുള്ള ലെൻസാണ് വാങ്ങിയത്. ഇത് നമുക്ക് സോണിക്കും അതുപോലെ കനോണൊക്കെ അവൈലബിൾ ആണ്. പല സൈസിലുള്ള ലെൻസുകളുണ്ട്. TT ആർട്ടിസാൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാര്യങ്ങളും കൂടുതലൊക്കെ ആയിട്ടുള്ള അറിയാൻ പറ്റും. പിന്നെ ഇത് വരുന്നത് ഇതിൻ്റെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ക്യാമറ വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൽ തന്നെ നമുക്കൊരു USB-C പിന്ന് വരുന്നുണ്ട്. ഈ USB-C ഇതിൻ്റെ ഗ്യാപ്പിലാണ്, ബാക്ക് ഗ്യാപ്പിലാണ് വരുന്നത്. ഈ ഗ്യാപ്പിൻ്റെ ഇവിടെ നമുക്ക് പോയിന്റ്സ് ഒക്കെ കാണാൻ പറ്റും. അത് നമ്മൾ ഇതിൻ്റെ മുകളിൽ അടച്ചു വെച്ചാൽ അത് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു നല്ല രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള ഹുഡൊക്കെ, ലെൻസ് ഹുഡൊക്കെ നല്ല രീതിയിൽ ഒരു നല്ല സ്റ്റൈലായിട്ടുള്ള ലെൻസ് ഹുഡൊക്കെയാണ് വരുന്നത്. ഇതാണ് TT ആർട്ടിസ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിങ് ഒക്കെ ലെൻസ് ഹുഡിൻ്റെ മുകളിലും സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫോക്കസ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് 75mm ആയതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത് ഫോക്കസ് ആവില്ല. 0.75 മീറ്ററാണ്. അതായത് 75 സെൻറ്റിമീറ്റർ. ഏകദേശം ഇത്രയും ദൂരത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാലാണ് ഇത്രയും ദൂരത്തുള്ള സാധനം നമുക്ക് ഫോക്കസ് ആവുക. തൊട്ടടുത്ത് ഫോക്കസ് ചെയ്യാൻ അറിയാലോ. പോർട്രേറ്റ് ലെൻസ് ഒന്നും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ഫോക്കസിങ് ഡിസ്റ്റൻസും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്ന 2 റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റിംഗ് നമുക്ക് വരുന്നത് ഇതുപോലെ ഫോക്കസ് നമുക്ക് മാനുവലി ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിംഗാണ് വരുന്നത്. പിന്നെ വരുന്നത് അപ്പർച്ചർ റിംഗാണ്. അപ്പർച്ചർ റിംഗ് നമുക്ക് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ്പർച്ചർ പ്രയോറിറ്റി മോഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് A മോഡലിലേക്ക് ഓട്ടോയിലോ അപ്പർച്ചർ പ്രയോറിറ്റി മോഡലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്തിൽ Aയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മാനുവൽ ആക്കുന്ന സമയത്ത് ഇവിടെ നമ്പേഴ്സ് ഉണ്ട്, അതിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് മാനുവലി നമുക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. കാരണം ക്ലിക്കഡ് ആയിട്ടുള്ള അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. ഒരു ക്ലിക്കഡ് ആയിട്ടുള്ള സ്റ്റോപ്പുള്ള ഒരു അപ്പർച്ചർ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കൈയൊക്കെ തട്ടിയിട്ട് സ്മൂത്ത് ആയിട്ട് അപ്പർച്ചർ മാറിപ്പോണ പ്രശ്നങ്ങളൊന്നും ഇതിൽ വരില്ല. ക്ലിക്കഡ് ആയതുകൊണ്ട് ഒരു സ്റ്റോപ്പിൽ അവിടെ നിന്നോളും. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മാത്രം നമ്മൾ അപ്പർച്ചർ ഇവിടെ ക്ലിക്കഡ് ആയിട്ട് നമുക്ക് മാനുവലായിട്ട് മാറ്റി കൊടുക്കാം. അതല്ലെങ്കിൽ ഓട്ടോ അപ്പർച്ചറിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലെൻസും കൂടിയാണ് TT ആർട്ടിസ. TT ആർട്ടിസ എന്ന് കേൾക്കുമ്പോൾ മേ ബി പുതിയ ആൾക്കാർ ഫോട്ടോഗ്രാഫിക്ക് വരുന്നവർക്ക് ചിലപ്പോൾ പരിചയമില്ലാത്തൊരു ലെൻസായിരിക്കും. ക്യാമറ തുടങ്ങിയ കാലം മുതൽ 2019 ഷെൻസണിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് TT ആർട്ടിസ. ലൈക്ക തുടങ്ങിയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ക്യാമറ ബ്രാൻഡൊക്കെ ഉള്ള ലെൻസുകളൊക്കെ അവരുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പോർട്രേറ്റ് ലെൻസ് നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. കാരണം എൻ്റെ കയ്യിലൊരു 85 നോർമലി പഴയ DSLR ലെൻസ് ആയിരുന്നു. അപ്പോൾ ഒരു പുതിയ ലെൻസ് നോക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിത് കണ്ടെത്തിയിട്ട് വാങ്ങിയത്. ഉപയോഗിച്ച് നോക്കി പക്ക ഫോട്ടോസും അതുപോലെ വീഡിയോസൊക്കെ നിങ്ങൾ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കണ്ട പോലെ തന്നെ അടിപൊളി പക്കായിട്ട് നമുക്ക് ബൊക്കെയൊക്കെ കിട്ടുന്ന ഒരു ലെൻസാണ്. F2 വരെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ക്ലോസ് ചെയ്യുകയാണെങ്കിൽ F16 വരെ നമുക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബൊക്കേൻ്റെ എഫക്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ പിക്ചറിൽ കാണാൻ പറ്റും. നല്ല റൗണ്ട് ആയിട്ടുള്ള ബൊക്കേനെ കിട്ടിയുള്ളത്. കാരണം ഇതിൽ വരുന്നത് സാധാരണ ചീപ്പായിട്ടുള്ള ലെൻസിൽ, അതായത് വില കുറഞ്ഞിട്ടുള്ള ലെൻസുകൾ നോർമലി വരാറ് 7 ബ്ലേഡ്സ് ആണെങ്കിൽ ഇതിൽ നമുക്ക് 9 ബ്ലേഡ്സ് തന്നെ വരുന്നതുകൊണ്ട് തന്നെ ബൊക്കെയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നല്ല റൗണ്ട് ആയിട്ടുള്ള അടിപൊളി ബൊക്കെയൊക്കെ നമുക്ക് ഇതിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കനോൺ ആണെങ്കിലും സോണി ആണെങ്കിലും നിക്കോൺ ആണെങ്കിലും ഏത് ക്യാമറ ആണെങ്കിലും നിങ്ങൾ ലെൻസ് നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും TT ആർട്ടിസ എന്ന് പറയുന്ന ഈ ലെൻസ്. പ്രൊഫഷണൽ ലെൻസുകൾ ഇറക്കുന്ന കമ്പനിയാണ്. ഞാൻ പറഞ്ഞ ഒരുപാട് പഴയ കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം. പക്കയാണ് TT ആർട്ടിസ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ നമ്മളെ കൊച്ചിയിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി പഠിക്കുന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ്സുകൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ജനുവരി 22 വേറെയും ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഡ്രോണും ഹോവർബോർഡും വീഡിയോ ട്രാൻസ്മിറ്ററും എല്ലാവിധ പുതിയ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.